ആഴിയിൻ ആഴങ്ങളിൽ ഓരോ തിരയും കടന്നെത്തുന്ന മത്സ്യയാനങ്ങൾ. ഇത് ദൃശ്യങ്ങൾ മാത്രമല്ല, ജീവിതങ്ങളുമാണ്. മത്സ്യത്തൊഴിലാളിയുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള യാത്ര. ആഴിയിൻ ആഴങ്ങളിൽ ഇത് ബിനു പീറ്റർ. ചിറയൻകീഴ് പഞ്ചായത്തിലെ മുതലപ്പൊഴി താഴമ്പള്ളി സ്വദേശിയായ ഇദ്ദേഹം നിരവധി അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. കടലിൽ നിരവധി അനുഭവങ്ങളാണ് ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുകയാണ് ബിനു പീറ്റർ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിനു പീറ്റർ. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഈ മുതലപ്പൊഴി പ്രദേശത്ത് തന്നെയാണ്. മത്സ്യബന്ധന മേഖലയിലോട്ട് നമ്മൾ കടന്നു വരുന്നതെന്ന് പറയുന്നത് ഞങ്ങളുടെ പൂർവികരെല്ലാം തന്നെ മത്സ്യത്തൊഴിലാളികളായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പിതാവും, അദ്ദേഹത്തിൻ്റെ പേര് പീറ്റർ എന്നാണ്, അദ്ദേഹവും മത്സ്യബന്ധനം ഉപജീവനമാർഗമായി മാറ്റിയ ഒരാളായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇന്നത്തെ പോലെയല്ല. ഇന്നത്തെ കുട്ടികൾക്ക് നമ്മുടെ മത്സ്യബന്ധന രീതിയും കാര്യങ്ങളും അന്നത്തെ കഷ്ടപ്പാടുകളും അറിയില്ല. അപ്പോൾ അന്ന് എൻ്റെ പിതാവിനോടൊപ്പം നമ്മൾ ഈ മുതലപ്പുഴയിൽ പുലിമുട്ടില്ലായിരുന്നു. അപ്പോൾ അന്ന് ഈ വീശുവല എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. വീശുവല, വല വീശി മീൻ പിടിക്കുന്നൊരു സംഭവം. അപ്പോൾ അങ്ങനെ ആ തൊഴിലിലൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ പിതാവിനോടൊപ്പം പോവുകയും അങ്ങനെ ആ തൊഴിൽ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഏതാണ്ട് 13-14 വയസ്സ് കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ കമ്പവല, അതായത് കരമടി വലിക്കുവാൻ പോവുകയും അതിൽ നിന്ന് കിട്ടുന്ന നിസ്സാരമായ അന്നത്തെ രൂപ എന്ന് പറയുന്നത് മാക്സിമം ഒരു 5 രൂപ 10 രൂപ ആണ് നമ്മുടെ ശമ്പളം എന്ന് പറയുന്നത്. അതായത് മത്സ്യം കിട്ടുന്നതിനനുസരിച്ച് അത് കുട്ടികൾക്ക് ചെറിയ തുകയാണ് തരുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് ഞങ്ങൾ തുടങ്ങി ആ മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് ഏതാണ്ട് 9 മണി 10 മണി വരെയുള്ള സമയങ്ങൾ, 9:30 മണി വരെയുള്ള സമയങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുകയും അതിനുശേഷം നമ്മൾ സ്കൂളിൽ പോവുകയും സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഏതാണ്ട് 4 മണിക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഏതാണ്ട് 5 മണിയോടുകൂടി വീണ്ടും നമ്മുടെ ഈ മുതലപ്പുഴയിൽ വീശുവല വീശുവാനായിട്ട് പോവുകയും നമ്മുടെ അപ്പനോടൊപ്പം പോവുകയും അപ്പനൊരു സഹായമായി മാറുകയും ചെയ്തു. ഇതാണ് നമ്മുടെ മത്സ്യബന്ധന മേഖലയിൽ നമ്മൾ ആദ്യമായി എത്തിപ്പെടുന്ന സാഹചര്യം. അതിനുശേഷം ഈ പറയുന്നത് പോലെ നമ്മൾ വിദ്യാഭ്യാസം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടില്ല. കാര്യം നമുക്കറിയാമല്ലോ, നമ്മുടെ മത്സ്യ മേഖലയിൽ അന്ന് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വിദ്യാഭ്യാസം നേടുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്നത് പോലെ വളരെ ഒരു സുഗമമായ, വളരെ സുഭിക്ഷമായ ഭക്ഷണം കിട്ടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് സ്കൂളിൽ പോകുമ്പോൾ പോക്കറ്റ് മണി കിട്ടുന്നതോ ആയിട്ടുള്ളൊരു കാലഘട്ടമല്ലായിരുന്നു. കാലത്ത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് കിട്ടുന്ന ഉച്ചക്കഞ്ഞി യാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത്. പിന്നെ വൈകിട്ട് വരുമ്പോൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആഹാരം ഉണ്ടെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ വളരെ കഷ്ടതയിലൂടെ വളർന്നൊരു തലമുറയായിരുന്നു. പക്ഷേ ഇന്നത് മാറി. ഇന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഈ മുതലപ്പുഴി ഫിഷിംഗ് ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർക്ക് ജോലി ആവുകയും എല്ലാവരും വള്ളങ്ങളും അതേപോലെ തന്നെ വലിയ വലിയ ബോട്ടുകളും ഒക്കെ സ്വന്തമായി വാങ്ങുകയും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണെങ്കിലും മറ്റ് കടം വാങ്ങിയിട്ടാണെങ്കിലും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് മുതലപ്പുഴയിൽ ഒരു വള്ളത്തിൽ 30-40 ഇടയ്ക്കുള്ള തൊഴിലാളികൾ ജോലിക്ക് പോകുന്നുണ്ട്. മത്സ്യബന്ധനത്തിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഏറ്റവും ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം തന്നെയാണ്. നമ്മുടെ ക്രൈസ്തവ സഭയിൽ നമുക്കുണ്ടായിരുന്ന വിശ്വാസം. ആ വിശ്വാസത്തെ വളർത്തിയെടുക്കുവാനായിട്ട് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൺഡേ ക്ലാസ്സുകൾ, ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ KTSM പഠിക്കുന്നത് നമ്മുടെ ചിറയൻകീഴിലുള്ള താഴമ്പള്ളി ഇടവകയിൽ, അതായത് തിരുവനന്തപുരം രൂപതയുടെ കീഴിലുള്ള താഴമ്പള്ളി ഇടവകയിലെ ഒരു ഇടവകാംഗമാണ് ഞാൻ. അപ്പോൾ ആ ഇടവകാംഗമായതുകൊണ്ട് തന്നെ താഴമ്പള്ളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മതബോധനത്തിന് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടുവന്ന ഒരു ഇടവകയാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്കറിയാം, താഴമ്പള്ളി പ്രദേശത്ത് അന്ന് ഇതേപോലെയുള്ള വാഹന സൗകര്യങ്ങളൊന്നുമില്ല. നമ്മുടെ താഴമ്പള്ളി ഒരു കടത്തുവള്ളമുണ്ട്. ഈ കടത്തുവള്ളത്തിൽ
ഒരു ഉച്ചയ്ക്ക് 3 മണിക്കാണ് സൺഡേ ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പോൾ 2 മണിക്ക് ഞങ്ങൾ വള്ളത്തിൽ കയറി വരികയും ഞങ്ങളുടെ പള്ളി, അതായത് താഴമ്പള്ളി, അനന്തപത്മനാഭൻ തോപ്പ്, പുളുന്തുരുത്തി എന്ന് പറയുന്ന ഈ 3 പ്രദേശങ്ങൾ ചേർന്നതാണ് ഞങ്ങളുടെ ഒരു ഇടവക എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സ്ഥലത്തുള്ള കുട്ടികളും കൂടി ഞങ്ങൾ ഒരുമിച്ച് കുട്ടിക്കാലത്ത് ഒരുമിച്ച് കളിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ KTSM ക്ലാസ്സിൽ വന്ന് എല്ലാവരും ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് കിട്ടിയ അറിവുകളും അവിടെ നിന്ന് കിട്ടിയ ഓർമ്മകളും എന്ന് പറയുന്നത് ഏറ്റവും വളരെ വലുതാണ്. അതിൽ കൂടി വളർന്നു വന്ന വിശ്വാസത്തിലൂടെ തന്നെയാണ് നമ്മൾ എന്നും പോകുന്നത്. എന്നും നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവർ, ഇനി ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു അപകടത്തെക്കുറിച്ചാണ് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ മുതലപ്പുഴയുടെ നിർമ്മാണം അശാസ്ത്രീയമായതുകൊണ്ട് തന്നെ ഈ മുതലപ്പുഴയിൽ നിലവിൽ 72ഓളം ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത്. അതിന് കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായത്തെ മാനിക്കാതെ, അതായത് എഞ്ചിനീയർമാർ അവർ പഠിച്ചിട്ടുള്ള തിയറി മാത്രം വെച്ചിട്ട് ഇവിടെ നടപ്പിലാക്കിയതിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഫലമായിട്ട്, ഈ പദ്ധതിയുടെ ഫലമായിട്ടാണ് ഇവിടെ 72ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ മരിക്കുകയും അവരുടെ 72ഓളം വരുന്ന കുടുംബങ്ങൾ ഇവിടെ അനാഥമാവുകയും ചെയ്തത്. അങ്ങനെയുള്ള ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതായത് 2018 ഇതേപോലെ ഒരു മൺസൂൺ സമയത്ത് ഞങ്ങൾ കാലത്ത് 5 മണിക്ക് വള്ളം ഇവിടെ നിന്ന് കടലിൽ പോവുകയും ഏതാണ്ട് ഒരു 7 മണിയോടുകൂടി പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു വലിയ കോളും കാറ്റും ഉണ്ടാവുകയും നമുക്ക് കാണാൻ പറ്റാത്ത രീതിക്ക് മഴ വളരെ പേമാരിയുമായിട്ട് വളരെ തകർത്ത് പെയ്യുന്നൊരു സമയം, ഞങ്ങൾക്ക് തമ്മിൽ പോലും കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് അഴിമുഖത്തോട്ട് കടക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഞങ്ങൾ വള്ളം ഓടി വന്നപ്പോൾ തിരയിൽപ്പെട്ട് ഞങ്ങളുടെ വള്ളം ഏതാണ്ട് പകുതിയോളം മറിഞ്ഞ് ഞങ്ങളിലുണ്ടായിരുന്ന 35ഓളം തൊഴിലാളികളിൽ ഏതാണ്ട് 20ഓളം ആൾക്കാർ വെള്ളത്തിൽ പോവുകയും അതിൽ നിന്ന് മരണം മുഖാമുഖം കണ്ട് ഇനി ഈ ലോകത്ത് നമുക്കൊരു ജീവിതം ഉണ്ടാകില്ല എന്നുള്ള തോന്നലിൽ വരെ പോയിട്ട് ഞങ്ങളെ രക്ഷപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു 15 പേരുടെ കൂട്ടത്തിൽ രക്ഷപ്പെട്ട ഒരാളാണ് ഞാൻ. അന്ന് തീർച്ചയായിട്ടും ഒരിക്കലും ഇനി ഈ ലോകത്ത് ഒരു ജീവിതം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ സമയത്ത് നിലവിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വേളാങ്കണ്ണി അമ്മയാണ് കൈപിടിച്ച് ഉയർത്തുകയും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുവാനുള്ള ഒരു അവസരം ദൈവം നമുക്ക് ഉണ്ടാക്കി തരികയും ചെയ്തു. അന്ന് നമ്മുടെ ഈ ഒരു അവസ്ഥയല്ലായിരുന്നു. കാരണം കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് ഇന്ന് മുതലപ്പുഴയിൽ വന്നിട്ടുള്ളത്. മുതലപ്പുഴയിൽ ഏതാണ്ട് നമ്മുടെ കടപ്പുറം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 100 മീറ്ററോളം വിസ്തീർണമുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അന്ന് നമ്മുടെ ഇവിടുത്തെ പരമ്പരാഗത മത്സ്യബന്ധനം എന്ന് പറയുന്നത് കമ്പവലയും, അതായത് കരമടിയും, അതേപോലെ തന്നെ ചാളത്തടി, അങ്ങനെയുള്ള ചെറിയ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോയി ജീവിച്ചിരുന്ന മത്സ്യത്തൊഴിലാളി സമൂഹമാണ് ഈ മുതലപ്പുഴി പെരുമാതുറ ഭാഗത്തുള്ളത്. മത്സ്യബന്ധനം മേഖലയിൽ നമ്മൾ എങ്ങനെ കടന്നു വരുന്നുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാരമ്പര്യമായി തന്നെ ഞങ്ങളുടെ മാതാപിതാക്കൾ, പൂർവികർ എല്ലാവരും തന്നെ മത്സ്യബന്ധനം ഉപജീവനമാക്കി തീർത്ത മത്സ്യത്തൊഴിലാളികളാണ്. ഈ മത്സ്യബന്ധനത്തിലൂടെ കിട്ടുന്ന വരുമാന മാർഗത്തിലൂടെയാണ് എല്ലാവരും കുടുംബം കഴിഞ്ഞു പോയതും അതേപോലെ തന്നെ അവരുടെ മക്കളെ വിദ്യാഭ്യാസം നൽകിയതും. ഏതാണ്ട് 2002 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ഇക്കനേനർ സാറിൻ്റെ ഇടപെടലോടുകൂടിയാണ് അന്ന് മുതലപ്പുഴി എന്ന് പറയുന്ന പ്രദേശത്തിന് തറക്കല്ലിട്ടുകൊണ്ട് മുതലപ്പുഴി ഫിഷിംഗ് ഹാർബറിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഈ മുതലപ്പുഴയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി അതിനുശേഷം ഈ 2 ബ്രേക്ക് വാട്ടറുകൾ, പുലിമുട്ടുകൾ അടിച്ചതിന് ശേഷം ഹാർബറുകൾ ഉണ്ടാകുന്ന എല്ലാ സ്ഥലത്തും വടക്ക് വശത്തെ പുലിമുട്ടിന് വടക്കു ഭാഗത്തുള്ള പ്രദേശത്തെ തീരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നത് തീർച്ചയായിട്ടും എല്ലാ ഭാഗത്തുമുള്ളതുപോലെ ഇവിടെയും സംഭവിച്ചു.
പണ്ട് കാലങ്ങളെ അപേക്ഷിച്ച് യന്ത്രവൽകൃത ബോട്ടുകൾ വന്നപ്പോൾ കൂടുതൽ ഫിഷ് കിട്ടുകയും അതിന് ക്യാച്ചിങ് കൂടുകയും ചെയ്തു. അതിനനുസരിച്ച് കാലത്തിനനുസരിച്ചിട്ടുള്ള മത്സ്യങ്ങൾക്ക് വന്നിട്ടുള്ള വിലമാറ്റവും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപാട് ഗുണപ്രദമായി. അതിനോടൊപ്പം തന്നെ പണ്ടുള്ള പോലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ 8ാം ക്ലാസ്സോ അല്ലെങ്കിൽ 9ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ വരെ പഠിപ്പിച്ചിട്ട് അവിടെ നിർത്തിയിട്ട് അവരുടെ കൂടെ തൊഴിലിന് കൊണ്ടുപോകുന്ന സാഹചര്യം ഇന്ന് മാറിക്കിട്ടി. ഇന്ന് തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് പറയുന്നത് ഏറ്റവും കൂടുതൽ മക്കളെ എന്ത് കഷ്ടത അനുഭവിച്ചും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളികളിൽ ഉണ്ടായിട്ടുള്ള മതവിശ്വാസത്തിലേക്ക് നമ്മളെ നയിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ കാറ്റഗിസം തന്നെയാണ്. പള്ളികളിൽ സൺഡേ ക്ലാസ്സിന് കിട്ടിയ വിശ്വാസ വളർച്ച, അതിനുവേണ്ടി സഹായിച്ച അധ്യാപകർ, അവരുടെയൊക്കെ ഒരു നമുക്ക് പകർന്നു തന്നിട്ടുള്ള വിശ്വാസം, അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നതും. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് 2000 വർഷത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് ഗൾഫിലോട്ട് പോകുന്നത്. അപ്പോൾ ഗൾഫിലോട്ട് പോയി ഏതാണ്ട് 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു 5 സെൻറ്റ് സ്ഥലവും അതേപോലെ തന്നെ അതിലൊരു സ്വന്തമായിട്ടൊരു ഭവനവും ഉണ്ടാകുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. അപ്പോൾ ആദ്യത്തെ ലീവിന് വന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞു. തിരിച്ച് 2007 പോകുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എൻ്റെ വേളാങ്കണ്ണി മാതാവിനെയാണ്. എനിക്ക് വലിയ വിശ്വാസമാണ് എൻ്റെ വേളാങ്കണ്ണി മാതാവിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന വർഷങ്ങളിലൊക്കെ ഞാൻ വേളാങ്കണ്ണി പള്ളിയിൽ പോവുകയും എൻ്റെ ആഗ്രഹങ്ങൾ പറയുകയും ചെയ്യും. തീർച്ചയായിട്ടും അതിൽ 90% ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിലവിൽ ഇവിടെ താമസിക്കുന്ന സ്ഥലത്തെ മുതലാളിയോട് ഞാൻ എൻ്റെ ആവശ്യം ഉന്നയിക്കും. അതായത് എനിക്കൊരു 5 സെൻറ്റ് സ്ഥലം നിങ്ങൾ തരണം. എൻ്റെ ഒരു ബന്ധുവായിരുന്നു. 5 സെൻറ്റ് സ്ഥലം തരണം, എനിക്ക് വീട് വയ്ക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കി തരണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ആ സ്ഥലം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതെൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ മാറ്റിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലം ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ വിഷമിച്ച് പല സ്ഥലങ്ങളിൽ ഞാൻ പോയി കണ്ടു. ഒരു സ്ഥലവും എനിക്ക് വീട് വയ്ക്കാനായിട്ടുള്ളൊരു സാഹചര്യത്തിലോട്ട് ഒരുങ്ങി വന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ വീണ്ടും ലീവിന് വന്നിട്ട് ഞാൻ വേളാങ്കണ്ണിയിൽ തീർത്ഥാടനത്തിന് പോകുന്നത്. പോയിട്ട് അവിടെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാതാവ് എനിക്കൊരു 5 സെൻറ്റ് സ്ഥലവും അതേപോലെ തന്നെ അവിടെ ഒരു ഭവനവും ഉണ്ടാക്കുവാനായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിക്കണം. അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഞാൻ പള്ളിയിൽ വരുമ്പോൾ അമ്മയ്ക്ക് എന്നാൽ കഴിയുന്ന ഒരു സംഭാവന ഞാൻ ചെയ്യുമെന്ന് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് ട്രെയിനിൽ ഞാൻ വരുന്ന സമയത്ത് ഏതാണ്ട് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഞാൻ ഈ സ്ഥലം ചെന്ന് ആവശ്യപ്പെട്ട വ്യക്തി എൻ്റെ അടുത്ത് വെച്ച്, ബിനു നീ എവിടെയാണുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് വേളാങ്കണ്ണി പോയിട്ട് വരികയാണ്. എപ്പോൾ എത്തുമെന്ന് ഞാൻ പറഞ്ഞു ഒരു 2-3 മണിക്കൂറിനകത്ത് ഞാൻ വീടെത്തുമെന്ന് പറഞ്ഞു. ഞാനിവിടെ വീടെത്തി ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ വ്യക്തി ഇവിടെ വരികയും എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എന്തായാലും നീ വന്ന് ചോദിച്ചതല്ലേ, ഇനി ഞാൻ അതിന് തർക്കമൊന്നും നിൽക്കുന്നില്ല, നിനക്ക് ആ സ്ഥലം തരാനായിട്ട് ഞാൻ തീരുമാനിച്ചു, വില നീ നിശ്ചയിക്കുക, ഞാൻ വില പോലും പറയുന്നില്ല എന്ന് പറഞ്ഞു. അത് ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു. ആ സ്ഥലത്താണ് ഇന്ന് ആ സ്ഥലം 5 സെൻറ്റ് എന്നുള്ളത് ഞാൻ ഏതാണ്ട് ഒരു 16 സെൻറ്റ് സ്ഥലത്തോളം അദ്ദേഹം എനിക്ക് വിലയ്ക്ക് തരികയും എൻ്റെ 2 മക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബം ഞങ്ങളിന്ന് ആ വീട്ടിലാണ് താമസിക്കുന്നത്. അതെനിക്ക് മാതാവിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ അനുഭവമാണ്. അതേപോലെ തന്നെ എൻ്റെ അപ്പൻ, അദ്ദേഹത്തിൻ്റെ പേര് പീറ്റർ എന്നാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഏതാണ്ട് ഒരു 10 വയസ്സ് 15 വയസ്സിനകത്തുള്ള സമയത്ത് അത്രയും വർഷങ്ങളിൽ എൻ്റെ പിതാവ് ജോലി ചെയ്തിരുന്നത് കോഴിക്കോട് വെള്ളയിൽ എന്ന് പറയുന്ന തീരപ്രദേശത്ത്, അവിടെ ബോട്ടിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ബേപ്പൂരിനടുത്തുള്ള സ്ഥലം. അപ്പോൾ ആ സ്ഥലത്ത് വർഷങ്ങളോളം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയും ഒരു ദിവസം അവരിതേപോലെ 7 പേരടങ്ങുന്ന സംഘം ബോട്ടിൽ കടലിലോട്ട് ജോലിക്ക് പോവുകയും ചെയ്തു. ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ ഇതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എനിക്കുണ്ടായ അനുഭവം പോലെ തന്നെയാണ്. നമുക്കിവിടെ സ്ഥലത്താണ് ഉണ്ടായത്, ഏറ്റവും അടുത്ത സ്ഥലത്താണ് ഉണ്ടായത്. പക്ഷേ അവരങ്ങനെയല്ല. അവർ 5, 6, 7 ദിവസമോ കഴിഞ്ഞിട്ടാണ് അവർ ഈ ബോട്ട് കരയ്ക്ക് വരുന്നത്. അതായത് ബൾക്കായിട്ട് മീനുമായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇവർ സ്ഥിരം പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നു. ഇതേപോലെ ഒരു ദിവസം അവർ പോയിട്ട് ഏതാണ്ട് വരുന്ന സമയം കഴിഞ്ഞിട്ട്, അതായത് തിരിച്ച് കരയ്ക്കെത്തേണ്ട സമയം എത്തിയിട്ട് അവർക്ക് കരയ്ക്കെത്തുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ കരയിലുണ്ടായിരുന്ന ബന്ധുക്കളും അതേപോലെ തന്നെ ഈ ബോട്ടിൻ്റെ ഉടമകളും
അതേപോലെ തന്നെ ആ നാട്ടിൽ ഉള്ള ആൾക്കാരെല്ലാവരും ഇവരെ അന്വേഷിച്ച് നടക്കുകയാണ്. പല സ്ഥലങ്ങളിൽ അന്വേഷിച്ച് നടന്നു, പക്ഷേ ഒരിടത്തും ഒരു വിവരമില്ല. അന്ന് ഇതേപോലെ തന്നെ ഏറ്റവും വലിയ മഴയും കാറ്റും കോളുമായിട്ട് ഇവരെ പുറംകടലിൽ വെച്ച് കാണുകയും കണ്ട ആൾക്കാർ കുറച്ച് പേര് കരവരുകയും ചെയ്തു. പക്ഷേ ഇവരെ അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതെൻ്റെ പിതാവ് പറഞ്ഞുള്ള അനുഭവമാണ്. ഞാൻ നേരിട്ട് കണ്ട സംഭവമല്ല ഞാൻ പറയുന്നത്, പിതാവ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള അനുഭവമാണ്. അങ്ങനെ ഇവർ ദിക്കറിയാതെ ബോട്ട് ഒഴുകി നടക്കുകയും അവരുടെ അവിടെ ഇതുപോലെ തന്നെ ഒരു പള്ളിയുണ്ട്, അതും ഇതേക്ക് മാതാവിൻ്റെ ഒരു പള്ളിയാണ്. ആ പള്ളിയിൽ അവിടെയുള്ള ആൾക്കാർ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ ഇവർ കടലിൽ കിടന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞിട്ട് ഈ വരാനുള്ള ദിവസവും കഴിഞ്ഞ് ഏതാണ്ട് 5 ദിവസം കഴിഞ്ഞ് വീണ്ടും 5 ദിവസം കഴിഞ്ഞിട്ടാണ് മഴ, കാറ്റ് എന്നിവ മാറുകയും അവർ വളരെ അവശരായ ആഹാരം പോലും കിട്ടാതെ കടലിലെ ഉപ്പുവെള്ളം കോരി കുടിച്ചുകൊണ്ട് മരണത്തോട് മുഖാമുഖം കണ്ടുകൊണ്ട് മരണത്തോട് മല്ലടിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവർ രക്ഷപ്പെട്ട് വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതായിട്ടാണ് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ ദൈവിക വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള വിശ്വാസികളിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ദൈവത്തിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ ജീവിതം എന്ന് പറയുന്നത് മരണത്തിനും ജീവിതത്തിനും ഇടയിലാണ്. കൂടുതൽ റിസ്ക്കുകളുള്ള ഒരു ജീവിതമാണ് മത്സ്യത്തൊഴിലാളികൾ. കാര്യം ഈ തിര കഴിഞ്ഞ് അപ്പുറത്ത് പോയിട്ട് തിരിച്ചു വരണമെന്ന് അവർക്ക് യാതൊരു ഉറപ്പും അവർക്കുമില്ല, അവരുടെ കുടുംബത്തിനുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ ഏറ്റവും കൂടുതൽ മുറുകെ പിടിക്കുന്നത് ദൈവിക വിശ്വാസത്തിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ ഈ വള്ളം ഇവിടെ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് അവർ കൂട്ടത്തോടെ വള്ളത്തിൽ കയറി നിന്ന് മാതാവിനോട് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ പോകുന്നത് പോലെ തന്നെ തിരിച്ച് കരയ്ക്ക് കൊണ്ട് എത്തിക്കണമേ നാഥ അല്ലെങ്കിൽ മാതാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മുതലപ്പുഴയിൽ പറയുവാനായിട്ടുള്ളതെന്ന് പറയുന്നത്, ഇവിടെ ഈ കാശിരൂപ മാതാവ് എന്ന് പറയുന്ന ഒരു കുരിശടി, കാശിരൂപ മാതാവിൻ്റെ പേരിലുള്ള ഒരു കുരിശടി ഇവിടെയുണ്ട്. നിങ്ങൾ മുതലപ്പുഴയിൽ പോയാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ഒരു കാശിരൂപ മാതാവിൻ്റെ ഒരു കുരിശടി അവിടെ വരുവാനായിട്ടുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നതും, അവിടെ ഇതേപോലെ ഒരു കടലിൽ നിന്ന് ഒരു ചെറിയ മാതാവിൻ്റെ രൂപം അവിടെയുള്ള 3-4 സ്ത്രീകൾക്ക് ലഭിക്കുകയും അതുകൊണ്ട് അവർ കുരിശടി നിൽക്കുന്ന ഭാഗത്ത് അവരത് കരയിൽ കൊണ്ടുവന്ന് ചെറിയ ഒരു 4 തൂണടങ്ങുന്ന ചെറിയ കമ്പിൽ അവർ കെട്ടി, ഇതിൽ സാരിയൊക്കെ ചുറ്റി വളച്ച് കെട്ടിയിട്ട് ഇതിനകത്ത് ഈ രൂപത്തെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ എല്ലാ മത്സ്യത്തൊഴിലാളികളും എല്ലാ ദിവസവും വൈകിട്ട്, പ്രത്യേകിച്ച് ബുധനാഴ്ച ദിവസങ്ങളിൽ വൈകിട്ട് ഇവിടെ പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു 2 വർഷത്തിനുള്ളിൽ മുതലപ്പുഴയ്ക്ക് വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അന്ന് ഈ മുതലപ്പുഴ പാലം ഇവിടെ ഇല്ല. ഈ മുതലപ്പുഴ പാലത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ചകൾ പോലും നടക്കാതിരുന്നൊരു സമയത്താണ് പാലം വളരെ പെട്ടെന്ന് ഇതിന് ശേഷം അവിടെ വരികയും അതിനുശേഷം ഈ മുതലപ്പുഴ 2 ലാൻഡിംഗ് സെൻറ്ററിലുമായിട്ട് മത്സ്യവിപണനം ആരംഭിക്കുകയും ഇവിടെയുള്ള ബോട്ടുകൾ ഏതാണ്ട് 200-ലധികം ബോട്ടുകൾ ഇന്ന് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയും ബോട്ടുകൾ ഇവിടെ വരികയും ഈ നാടിന് വളരെ ഒരു വലിയ മാറ്റമാണ് ഉണ്ടായത്. അത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ദൈവത്തോട് അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായോടും കാണിക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു വലിയ ഫലമായിട്ടാണ് ഈ നാട്ടിലുണ്ടായ മാറ്റവും അതേപോലെ തന്നെ കടലിൽ വെച്ച് ദൈവം രക്ഷിക്കപ്പെടുന്നു എന്നുള്ള വിശ്വാസം വളർത്തിയെടുത്തത്. മത്സ്യത്തൊഴിലാളികളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും വളരെ വലുതാണ്. വള്ളത്തിനകത്ത് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് വള്ളത്തിൽ നമ്മൾ ഈ മാതാവിൻ്റെ ഒരു രൂപം സ്ഥാപിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോ വള്ളത്തിലുണ്ടാവും. അതിന് മുന്നിൽ മെഴുതിരി കത്തിച്ച് വെച്ചിട്ടാണ് അവരുടെ ഒരു ദിവസം കാലത്ത് വെളുപ്പിന് 3 മണി അല്ലെങ്കിൽ 4 മണി 5 മണി ഈ സമയത്ത് പോകുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് കടലിൽ പോകുന്നതും അവിടെ മത്സ്യം കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ പ്രാർത്ഥിക്കുകയും
ചിലപ്പോഴൊക്കെ തന്നെ കൂടുതൽ സമയവും ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെ മത്സ്യത്തിൻ്റെ ഒരു വലിയൊരു ക്യാച്ചിങ് ലഭിക്കുകയും അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വരുമാനം ചില ദിവസങ്ങളിൽ ലഭിക്കുന്നത് അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. പ്രാർത്ഥനയിലൂടെ ദൈവം അവർക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് അവർക്കത് ലഭിക്കാറുള്ളത്, ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ കാലാവസ്ഥയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നതിനേക്കാളും കൃത്യമായിട്ട് നാളെ മഴ പെയ്യും, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷകർ പറയുമ്പോൾ ഒരു മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ച് ഒരു മഴക്കാറ് അല്ലെങ്കിൽ മഴക്കോള് കണ്ടു കഴിഞ്ഞാൽ ആ മഴ ഇത്ര സമയത്തിനകത്ത് പെയ്യും, അല്ലെങ്കിൽ ആ മഴ പെയ്യില്ല, കടലിൽ ഇത്ര സമയം ഈ ഒരു കാറ്റ് ഇത്ര സമയത്തിനകത്ത് ആ കാറ്റ് വരും, അല്ലെങ്കിൽ ആ കാറ്റ് ഇത്ര വേഗതയിൽ വീശും എന്ന് കൃത്യമായിട്ട് പറയുവാനായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഉള്ള ഒരു കഴിവിനപ്പുറം ഒരു ശാസ്ത്രജ്ഞന്മാർക്കും ഇവിടെ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറയാനായിട്ട് സാധിക്കും. കടലിൽ ഉണ്ടാകുന്ന ദുരന്തം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഈ കടൽ തിരകളെ കീറിമുറിച്ചുകൊണ്ട് വളരെ കടലിനോട് തിരകളോട് മല്ലിട്ടുകൊണ്ട് അപ്പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയല്ല നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും അവിടെ ചെല്ലുമ്പോൾ ദൈവത്തോടുള്ള ഒരു ദൈവവിളി, നമുക്ക് ദൈവത്തോടുള്ള ഒരു വിശ്വാസത്തോട് അനുബന്ധിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നമ്മൾ പലപ്പോഴും തിരിച്ചു വരാറുള്ളതും നമുക്ക് അവിടെയുള്ള ഉണ്ടാകുന്ന വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കപ്പെടുന്നതും ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി. നേരത്തെ പറഞ്ഞ പോലെ ഒരു മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകൻ അല്ലെങ്കിൽ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ വളരെയേറെ അഭിമാനിക്കുന്ന ഒരാളാണ്. കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുലത്തൊഴിലാണ്. ആ കുലത്തൊഴിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇന്നത്തെ കാലത്ത് അത് ഏത് തൊഴിലും ആവട്ടെ, നമ്മുടെ പുതിയ തലമുറ അത് കുറച്ച് മോശമാണ് അവരുടെ തൊഴിലെങ്കിൽ അത് പുറത്തു പറയാൻ അവർ മടിക്കുന്നു. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള തലമുറയിലുള്ളവർ, അതായത് ഇപ്പം പോയ ജനറേഷനിലുള്ള ആൾക്കാർക്ക് അതിൽ പെടുന്ന ഒരാളാണല്ലോ ഞാനും. എനിക്ക് മത്സ്യത്തൊഴിലാളി എന്ന് പറയുന്നതിൽ വളരെ അഭിമാനമാണുള്ളത്. കാരണം ഈ മത്സ്യ മേഖല എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് വലിയ സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് മത്സ്യമേഖല. അപ്പോൾ ഈ മത്സ്യമേഖലയെ സംബന്ധിച്ച് മത്സ്യബന്ധനവുമായിട്ട് ജീവിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക്, എന്നെപ്പോലെയൊരു മത്സ്യത്തൊഴിലാളികൾക്ക് ഞാൻ പറയും 100% മത്സ്യത്തൊഴിലാളിയായി ജനിച്ചതിൽ വളരെ അഭിമാനവും അതേപോലെ തന്നെ ദൈവത്തിനോട് നന്ദിയുമാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. വിവാഹം കഴിയുന്നത് 2006 ഡിസംബർ 11 എൻ്റെ വിവാഹം കഴിയുന്നത്. തീർച്ചയായിട്ടും വളരെ വിശ്വാസമുള്ള, അതായത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു ജീവിത പങ്കാളിയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ വൈഫിൻ്റെ പേര് സുസി എന്നാണ്. എൻ്റെ വൈഫ് ഇപ്പോൾ നിലവിൽ മുതലപ്പുഴയിലെ വാർഡ് മെമ്പറാണ്. വളരെ പ്രാർത്ഥന ജീവിതത്തിൽ വലുതായിട്ട് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കൃത്യമായിട്ട് എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന അത് നിർബന്ധമാണ്, പുള്ളിക്കാരത്തിക്ക് അത് നിർബന്ധമാണ്. അതേപോലെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോവുക എന്നുള്ളത് നിർബന്ധമാണ്. അത് മക്കളെയും, എനിക്ക് 2 മക്കളാണുള്ളത്, ഈ 2 മക്കളെയും എന്നെയും എന്ത് വില കൊടുത്തും പള്ളിയിൽ കൊണ്ടുപോകുവാനും, അതേപോലെ തന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി അവിടെ ഉള്ള മാതാവിനോടായാലും യേശുക്രിസ്തുവിനോടായാലും പ്രാർത്ഥിക്കുന്നതിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിത പങ്കാളി തന്നിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അതേപോലെ തന്നെ എൻ്റെ 2 മക്കളും ഇന്ന് വളരെ നല്ല വിശ്വാസത്തോട്, ക്രൈസ്തവ വിശ്വാസത്തോടു കൂടിയാണ് വളരുന്നതും എല്ലാ സൺഡേ ക്ലാസ്സുകളിലും പങ്കെടുക്കുകയും അതേപോലെ തന്നെ നമ്മുടെ മതബോധന പരീക്ഷകളിൽ കൃത്യമായിട്ട് പങ്കെടുക്കുകയും വളരെ ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് വളർന്നു വരുന്ന 2 മക്കളും അതേപോലെ തന്നെ വളരെ വിശ്വാസത്തോടു കൂടി എന്നെയും അതേപോലെ കുടുംബത്തെയും നയിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് പറയാനായിട്ട് സാധിക്കും എൻ്റെ വൈഫിൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് തന്നെയാണ്.
നമ്മൾ വെളുപ്പിന് 5 മണിക്കാണ് നമ്മൾ ഈ ജോലിക്കായിട്ട് പോകുന്നത്. 4 മണി 5 മണി ആ സമയത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജോലിക്ക് പോകാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മാത്രമല്ല, ഞാനിപ്പോൾ കടലിൽ ജോലിക്ക് പോയിട്ട് ഒരു 3-4 വർഷമായി. കാര്യം എൻ്റെ ശാരീരികമായ അസുഖങ്ങളുള്ളതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ആ പോകുന്ന സമയത്തും അതേപോലെ തന്നെ എൻ്റെ വൈഫ് മാത്രമല്ല, നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള എല്ലാവരുടെ ഭാര്യമാരും അമ്മമാരും അതുപോലെ തന്നെ മക്കളും എല്ലാവരും കൃത്യമായിട്ട് വെളുപ്പിന് പോകുന്ന മത്സ്യത്തൊഴിലാളി, ആ കുടുംബത്തിലെ പിതാവാവട്ടെ അല്ലെങ്കിൽ അവരുടെ ഭർത്താവട്ടെ അല്ലെങ്കിൽ സഹോദരനാവട്ടെ, ഏതു തന്നെ ആയിക്കോട്ടെ, അവരോടൊപ്പം എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് അവർ തിരിച്ചു വരുന്നവരെയും ഒരു മെഴുതിരിയെങ്കിലും ദൈവത്തിൻ്റെ പൂജാമുറിയിൽ കത്തിച്ച് വെച്ച് അവർ വരുന്നവരെ അണയ്ക്കാതെ സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഈ സ്ഥലത്തുള്ളത്. മത്സ്യത്തൊഴിലാളിയായിട്ട് ജീവിച്ചപ്പോഴും അതുപോലെ ഞാൻ പ്രവാസിയായിട്ട് ജീവിച്ചപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഭവങ്ങൾക്കും എനിക്ക് തന്നിട്ടുള്ള സകല അനുഗ്രഹങ്ങൾക്കും ദൈവത്തിനോട് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്.